வெயிலென பார்க்க வேணாம் மயங்கிடவாடி மனசோட நடுஇரவனாடில்ல துடி துடிக்கிறவாமில்ல இதுவரை நான் பார்த்ததில்லை இருட்டுக்குள்ள அடையவன் தல்ல கண்ணில் நீ வந்து கதை பேச கனவில் முன்னால சிரிச்சேனே உலகம் எல்லாமே தடுத்தாலும் உனக்கு துணையாக இருப்பேனே. കാർത്തു, എന്താണ് സംഭവിച്ചത്? എല്ലാത്തിനും കാരണം അവനല്ലേ? അറിയാൻ സത്യം പറ. അല്ല, എന്ന് വെച്ചാ അന്ന് ഞാൻ ആൻഡിയെ വിളിച്ച ശേഷം. ഹലോ, ആ പറയടാ ആൻഡി. എന്താടാ, എന്ത് പറ്റി നിന്റെ വോയിസിനൊക്കെ ഒരു മാറ്റം? എന്താ അറിയാ, അവൻ ഒരിക്കലും നന്നാവില്ല. അവനെ വിശ്വസിച്ച് ഞാനാ മണ്ടി. നീ എന്തൊക്കെയാ പറയുന്നേ? അവനെ ഞാൻ കരയിക്കും, നീ നോക്കിക്കോ. നീ കാർത്തിക, ആ ചേട്ടനോ? കാർത്തിക, can we have a talk? I have something to tell you. യാ ഷുവർ. ഇവിടെ ഒന്നും സംസാരിക്കണ്ട, നമുക്ക് ടെറസിലേക്ക് പോവാം. യാ. ചേട്ടനെന്താ പറയാനുള്ളേ? കാർത്തിക, താനും റയാനും തമ്മി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ഏയ്, അങ്ങനെ പറയാനും മാത്രമൊന്നുമല്ല. സാധാരണ കപ്പിൾസിന്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന പ്രോബ്ലം ഒക്കെ തന്നെ ഉള്ളൂ. താൻ മറച്ചു വെക്കണ്ട, റയാൻ എല്ലാം എന്നോട് പറഞ്ഞായിരുന്നു. ബട്ട് ഡോണ്ട് വറി, അവൻ അങ്ങനാ. എപ്പ എന്താ പറയാന്ന് അവനെ തന്നെ അറിയത്തില്ല. താൻ വിഷമിക്കണ്ട, നമുക്കെല്ലാം ശരിയാക്കാം. അല്ലെങ്കിലും അങ്ങനാ, ഡിസേർവ് ചെയ്യുന്നവർക്ക് ദൈവം ഒന്നും കൊടുക്കത്തില്ല. ക്രിസ്റ്റി, വിട്ടെന്ന് സംസാരിച്ചാ മതി. നിന്നെ അവനേക്കാൾ മുമ്പ് ആഗ്രഹിച്ചത് ഞാനാ. അപ്പോ നീ ആദ്യം എനിക്കല്ലേ സ്വന്തമാവണ്ടേ? വാട്ട്? ബാക്കി ഞാൻ പറയാം. അച്ചു. യെസ്. ഓ ശ്രുതി, നീയായിരുന്നോ? അച്ചു, ഐ നീഡ് യുവർ ഹെൽപ്പ്. എന്താടി? എടി, എവിടെയുള്ള കാർത്തിക, ഷീസ് മൈ ഫ്രണ്ട്. ഓ എടി, ആ കുട്ടിയുടെ സിറ്റുവേഷൻ കുറച്ച് സീരിയസ് ആണ്. എടി, അവളുടെ പാരന്റ്സിനെ ഞാൻ വിളിച്ചിരുന്നു. ഓ, നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. എന്താടി, നീ കാര്യം പറ. എടി, വേറെ ഒന്നല്ല, നീ പുറത്തുള്ള അവളുടെ ഫ്രണ്ട്സിനോട് അവളെ രക്ഷിക്കാൻ പറ്റിയില്ല എന്ന് പറയണം. വാട്ട്? ശ്രുതി, what the hell are you talking about? I know ഇത് നമ്മുടെ മെഡിക്കൽ റൂൾസിന് എതിരാണ്, ബട്ട് ഇങ്ങനെ ചെയ്തേ പറ്റൂ. എടേ, അവൾ എന്തായാലും സൂയിസൈഡ് ചെയ്യത്തില്ല. ഇതിൽ എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. സോ അവളുടെ സേഫ്റ്റിക്ക് ഇതാ നല്ലത്. എടി, ബട്ട് പ്ലീസ് അച്ചു, ഞാൻ അവളുടെ പാരന്റ്സിനോട് സംസാരിച്ചിട്ടുണ്ട്. എടി, എന്നാലും എടി, അവളെ രക്ഷിക്കാൻ തന്നെയല്ലേ, പ്ലീസ്. യാ ഫൈൻ, ഞാൻ പറയാം. ഐ ആം സോറി, ഷീസ് നോ മോർ. ഇവനെയൊക്കെ ഞാനെന്ത് ചെയ്യേണ്ട തെണ്ടി. ഹലോ, ആ പറയടാ. എടാ, നമുക്കൊരാളെ പിടിക്കണം. ആരെടാ? ക്രിസ്റ്റി. അവനാ എല്ലാത്തിനും കാരണം. അവന്റെ ഫുൾ ഡീറ്റെയിൽസ് വേണം. അവൻ UK പോകാനാ കേട്ടത്. നീ അത് വന്ന് അന്വേഷിക്കണം. അവൻ പോയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഫുൾ ഡീറ്റെയിൽസ് എടുക്കണം. ഷുവർടാ. ഓക്കേടാ. അനീറ്റ, അപ്പൊ എങ്ങനെയാ, ഇന്ന് പോകുമല്ലേ? ആ, അപ്പൊ ശരി. ഓൾ ദി ബെസ്റ്റ് ബോത്ത് ഓഫ് യു. താങ്ക് യു ഡോക്ടർ. വാവാവോ വാവേ വന്നും മകൾ സമ്മാനം ഇങ്ക് തരാൻ മേലെ തങ്കനിലാക്കിണ്ണം കുനുകുനെ നിൻ ചെറുമറുകിൽ ചാർത്താം ചന്ദനം പൊന്നിൻ പാദസരങ്ങൾ പണിഞ്ഞു തരുന്നത് തൂമിന്നൽ തട്ടാൻ.
കുറിമുണ്ടേ ഉടുക്കാനും വേണ്ടു. വാവാവോ വാവേ വന്നും മകൾ സമ്മാനം ഇങ്ങ് തരാൻ മേലെ തങ്കനില കിണ്ണം. കുനുകുനെ നിൻ ചെറുമറുകിൽ ചാർത്താം ചന്ദനം പൊന്നിൻ പാദസരങ്ങൾ പണിഞ്ഞു തരുന്നത് കൊച്ചിനൊന്ന് എടുക്ക മനുഷ്യ, ഞാനൊന്ന് ഉറങ്ങട്ടെ. നീ എന്നോട് തന്നെ അത് പറയണം അന്നമ്മോ. ഇന്നലെ രാത്രി ഇവനെന്നെ ഉറക്കിയിട്ടില്ല. അപ്പൊ ഞാൻ ഉറങ്ങിയെന്നാണോ? നീ ചെന്ന് കിടന്നോ, ഞാൻ ഉറക്കിക്കോളാനെ. താങ്ക് യു ചായോ. മുത്തേ, അപ്പയുടെ മോൻ ഉറങ്ങ്, പൊന്നല്ലേ. ഇവൻ എന്നെയും കൊണ്ടേ പോ. എന്താണ് അപ്പനും മോനും തമ്മിലൊരു സംസാരം? ആ, നീ വന്നാ നന്നായി. നീ കുഞ്ഞാമെ ഒന്ന് പിടിച്ചേ. ഓ, അത്രേ ഉള്ളൂ. ഇവനാ, ഞാൻ നോക്കിക്കോളാം. എന്നാ പിടി. എന്നാ ഓക്കെ, ഞാൻ ഒന്ന് പോയി ഉറങ്ങട്ടെ. ബൈ. ചാച്ചിന്റെ വായി ഇറങ്ങിക്കേ. ആകെ ഉറങ്ങി. കർത്താവേ, ഇതാണ് അച്ഛൻ കയ്യിൽ തന്നിട്ടങ്ങ് പോയി. നിന്റെ അപ്പനാണ് കൊള്ളാമല്ലോടാ. എന്റെ മുത്തുറങ്ങിയേ. എടാ, ഇനി നീ കുറച്ചു നേരം ഇന്ത്യക്ക് ചേച്ചിന്റെ കൂടെ ഇരുന്ന് കരയേ. എടാ, നീ കൊച്ചിനൊന്ന് പിടിച്ചേ, ഞാൻ ഒന്ന് റൂം വരെ പോയിട്ട് വരാം. ആടാ, ഇങ്ങതാ. ഇവനെന്താ ഒരു മൂട്ടി തീ പിടിച്ച മാതിരി. ഇതായിരുന്നു കർത്താവേ, ഒരു സൂചന നിനക്ക് എനിക്ക് തരായിരുന്നു. കുഞ്ഞാൻ എന്തിയെ ചേച്ചി? അവൻ റൂമിലാ, ഇപ്പൊ അങ്ങ് ഉറങ്ങിയതേ ഉള്ളൂ. അവൻ ഉറങ്ങുമ്പോ നിനക്കും കുറച്ച് ഉറങ്ങിക്കൂടെ മോളെ? പിന്നെ അവൻ നിന്നെ ഉറക്കുവോ? അതിന് അവൻ ഉറങ്ങുമ്പോ എനിക്ക് ഉറക്കം വരണ്ടേ? ഇപ്പൊ എല്ലാരും ഉള്ള സ്ഥിതിക്ക് ഞാനൊരു കാര്യം പറയാം. നമുക്ക് കല്യാണം നടത്തണ്ടേ? അപ്പൊ ഇവര് കെട്ടിയില്ലേ? എന്തരുത് നീ ഒരൊറ്റ ആള് കാരണം ഞാനിപ്പോഴും കന്യകനായിട്ട് ജീവിക്കുക. നീ ഒരൊറ്റ ആള് കാരണം എന്റെ കല്യാണം വരെ പോയി. പാവം ഞാൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അത് 2 മാസം കഴിഞ്ഞാൽ നല്ലൊരു ദിവസമുണ്ട്. അന്ന് നടത്തിയാലോ? എന്നാല് എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ നമുക്ക് നടത്താം പപ്പേ. സൂസി, നീ ചെറിയ കണ്ടോ? അത് ശരി. ഞാൻ അവനോട് ഇവന്റുകാരന്റെ അടുത്തേക്ക് പോവാൻ പറഞ്ഞിട്ട് അവൻ ഇവിടെ സൊള്ളിക്കൊണ്ടിരിക്കുകയാണോ? ജെറി, അയ്യോ, നിന്നെ ഞാൻ എന്തും പറഞ്ഞാടാ വിട്ടെ? ഞാൻ പോകാൻ നോക്കുമായിരുന്നു മമ്മി. അപ്പൊ ഇവനെ വിളിച്ചതാ, ഞാൻ പോയി. ഞാനോ? ജോ, എന്റെ പൊന്നു മമ്മി, ഞാനല്ല, അവനെ എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയേ. കേറിപ്പൊടി. ഞാൻ ദേ പോയി. കൂക്കി. ആ ചേച്ചി, ഞാൻ ചുമ്മാ ബോറടിച്ചപ്പോ വന്നയാ. ചേച്ചി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ആ, ചോദിക്ക്. ചേച്ചി റയാനിച്ചായന്റെ കാര്യത്തിൽ എന്താ തീരുമാനിച്ചേക്കുന്നേ? 1 സെക്കൻഡ് കൂക്കി, മമ്മിയാ. പറ മമ്മി. ആ അതെ, ഞാനിപ്പോഴും ഇവിടെ തന്നെ. ആ അതെ, റിക്കിയുടെ വീട്ടില്. ഇല്ല, ഞാൻ സേഫാ. ഓക്കെ മമ്മി, ബൈ. നീ എന്താ കൂക്കി ചോദിച്ചേ? റയാനിച്ചായന്റെ കാര്യം. ഇച്ചായന്റെ കാര്യത്തിൽ ഹലോ റയാൻ, ഞാൻ എറിക്കാണ്. മനസ്സിലായി. എനിക്ക് തന്നെ ഒന്ന് കാണണം. എന്തിന്? ഞാൻ കാണുമ്പോ പറയാം. ഓക്കെ. എവിടെയാ? റോസ് പാലസ്. എപ്പോ? നാളെ മോർണിംഗ് ഒരു 10 o'clock. റയാനെ, ഇവിടെ. നീ എന്തിനാ വിളിച്ചേ? കാര്യം പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് പോകായിരുന്നു. റയാനെ, ഐ എം സോറി. ഞാനൊന്നും അറിയാതെ ഇത്രയും കാലം നിന്നോട് ഐ എം റിയലി സോറി. നീ വിളിച്ച കാര്യം പറ. ഐ ഹാവ് ടു ഗോ. റയാനെ, നീ ആദ്യം പറയുന്നത് കേൾക്കും. നീ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങൾ. ബട്ട് അത് ഞാൻ പറയുന്നതിന് മുമ്പ് നിന്നെ ഒരാളെ കാണിക്കാനുണ്ട്. ഒരാള് നിന്നെ കാണാൻ ഇവിടെ വന്നിട്ടുണ്ട്. അയാളെ നീ കാണണം. ആര്? ഇച്ചായ.
ഇച്ചായന്റെ കാര്യം? ഇച്ചായന്റെ കാര്യത്തിൽ എനിക്ക് ഇച്ചായനെ കാണണം. ഞങ്ങൾക്കും ജീവിക്കണം, ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ. മോളെ മോളെ നീ എങ്ങനെ? അത് ഞാൻ പറയാം. കൂടെ നിന്ന് അവൻ നിന്റെ പുറകിൽ നിന്ന് കുത്തുമായിരുന്നു. That bastard. നീ എടുത്ത് ചാടി ഒന്നും ചെയ്യരുത്. അവൻ നിന്റെ മാത്രമല്ല ഞങ്ങളുടെയും ജീവിതം നശിപ്പിക്കാൻ ശ്രമിച്ചതാ. സോ അവനുള്ള പണി അത് നമുക്ക് ഒരുമിച്ച് കൊടുക്കാം. Yeah, fine. Ricky, I'm sorry. I'm really sorry. ഇറ്റ്സ് ഓക്കെ ബ്രോ. ഹലോ. ആ പറയടാ. എടാ കാർത്തു അവള്. എടാ ഞാൻ കേട്ടൊക്കെ സത്യമാണോ? എടാ നീ സമാധാനിക്ക്. പിന്നെ നീ കേട്ടൊക്കെ സത്യവാ. What? Really? പിന്നെ ക്രിസ്റ്റിയുടെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. ജെറി നമുക്കൊരു സ്ഥലം വരെ പോവാനുണ്ട്. എങ്ങോട്ടാടാ? നീ വാ. റയാനെ നീ ഇവളെ വീട്ടിലേക്ക് ആക്കിയേക്ക്. ആ ഞാൻ ആക്കിക്കോളാം. ജെറി വാ. നീ ഇവിടെ കൊച്ചിനെ കളിപ്പിച്ചോണ്ടിരുന്നോ? ഫൈനൽ എക്സാമിന്റെ ഡേറ്റ് വന്നു. കർത്താവേ. എന്നാണാവോ ആ സുദിനം? നെക്സ്റ്റ് വീക്ക്. വാവ്. ഈ കെട്ടിന്റെ തിരക്കിനിടയ്ക്ക് എങ്ങനെ പഠിക്കാനാ? അതോർത്ത് മക്കളെ പേടിക്കേണ്ട. കെട്ടിന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. നീയൊക്കെ പഠിക്കാൻ നോക്ക്. നിങ്ങളുടെ കെട്ട് കഴിഞ്ഞാൽ എല്ലാം വന്ന് കമ്പനിയിൽ ജോയിൻ ചെയ്തോണം. എല്ലാവർക്കും ഉള്ള പൊസിഷൻ വരെ സെറ്റാണ്. ഞാനെങ്ങനാ ഇവരുടെ കൂടെ കയറുവാന്നോ അതോ കുറച്ച് കഴിഞ്ഞിട്ടാന്നോ? ഞാൻ മോനൊന്ന് കുറച്ച് വലുതായിട്ട് കയറാം പാപ്പേ. എന്നാ മോളപ്പ കയറിക്കോ. ബാക്കി എല്ലാ എണ്ണവും ഇവരുടെ കെട്ട് കഴിഞ്ഞാൽ കമ്പനി കയറിക്കോണം. ഹോബി സിഇഒ പൊസിഷനിൽ കയറിക്കോണം. ആൻ വന്ന അവളും. ആൻഡ് റിക്കി ജെറി സിഒ പൊസിഷനിലേക്കും ജോയും കൂക്കിയും CFO പൊസിഷനിലേക്കും കയറിക്കോണം. ഓക്കെ ഓക്കെ ഓക്കെ. എന്നാ നിങ്ങൾ ചെന്നിരുന്ന് പഠിക്കുക. കുഞ്ഞിനെങ്ങാന്നേക്ക് കൂക്കി ഒന്ന് വാ. ആ വരുവാ. എങ്ങനെ ഉണ്ടായിരുന്നു? ഈസി ആയിരുന്നടി. എനിക്കും കുഴപ്പമില്ലായിരുന്നു. എനിക്കും. ജോ നിനക്കെങ്ങനാ? ഈസി ആയിരുന്നടാ. അങ്ങനെ കോളേജ് ലൈഫ് കഴിഞ്ഞു. സത്യം. എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു പാപ്പേ. ആ നിങ്ങൾ വന്നോ? ചെന്ന് കുളിച്ചിട്ട് വാ, മമ്മി കോഫി എടുക്കാം. ഓക്കെ മമ്മി. നിങ്ങളൊരു കാര്യം ചെയ്, നാളെ ഇങ്ങ് വാ, എന്നിട്ട് സംസാരിക്കാം. നിങ്ങൾക്ക് കാർത്തൂനെ കണ്ടതല്ലേ എന്തായാലും. ആരാടാ? ആഷിയാണോ? ആടാ, എന്നാ ശരി, നാളെ സംസാരിക്കാം. എന്താടാ? ഒന്നുമില്ലടാ, അവരോടിങ്ങ് വരാൻ പറഞ്ഞ. ആ അതേതായാലും നന്നായി. അവര് കാർത്തൂനെ ഇതുവരെ കണ്ടില്ലല്ലോ. ആ അതെ. എന്താടാ നാളെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ? നീ വാ. ഹായ് ആന്റി. ഹായ് ആന്റി. ഓ നിങ്ങളായിരുന്നോ? വാ കേറ്. അവരൊക്കെ എവിടെ ആന്റി? അവരൊക്കെ മോളിലുണ്ട്, മക്കള് ചെല്ല്. ഓക്കേ. റിക്കി. ആഹാ നിങ്ങൾ വന്നോ? കാർത്തു ആന്റി എന്തൊക്കെയാണ് ഈ നടക്കുന്നേ? ഒക്കെ പറയാം, നിങ്ങൾ വാ, അവരൊക്കെ അപ്പുറത്താ. ആ നിങ്ങൾ എത്തിയോ? എടാ എന്താ ഇതൊക്കെ? അത്
ഓ മൈ ഗോഡ്, നീ ഒന്നും സംഭവിക്കാതെ തിരിച്ചു വന്നില്ലേ, അത് മതി. ഇഷാനെ ഒന്ന് വന്നേ. ആടാ വരുവാ. ഞാൻ അന്വേഷിക്കാൻ പറഞ്ഞ കാര്യം എന്തായി? അവൻ പോയിട്ടില്ല. വാട്ട്? എന്റെ ഒരു ഫ്രണ്ട് അവനെ കണ്ടു. Are you sure it's him? 10% ഷുവർ. Shit. എന്താടാ? എടാ അവൻ പോയിട്ടില്ല. ഇഷാന്റെ ഒരു ഫ്രണ്ട് അവനെ കണ്ടുവന്നു. വാട്ട്? യെസ്, എല്ലാവരും അവൻ പോയി സമാധാനിച്ചിരിക്കുക. അതിനു ദേ എല്ലാത്തിനോടും കൂടെ പറയുക, ഒരൊറ്റ എണ്ണം ഞാനില്ലാതെ എങ്ങോട്ടേക്കും പോകരുത്. ഇനി നിങ്ങൾ ഏതിനെങ്കിലും മിസ്സായാൽ കിടന്ന് കരയാൻ എനിക്ക് വയ്യ. ശരി മാഡം. ഇനി എന്തിനാടി പേടിക്കുന്നേ? അവനതിന് കടല് കടന്നില്ലേ? കടല് കടന്നെന്നും കരുതി അവൻ രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ എങ്ങാൻ ഇച്ചായന്റെ കൈ കിട്ടി അവൻ തീർന്ന്. എടാ നിന്റെ ഉദ്ദേശം എന്താ? നിന്റെ തന്തപ്പടി നിന്നോട് UK പോകാൻ പറഞ്ഞിട്ട് മാസം 4 ആവാറായി. അങ്ങേര് നീ പോയെന്നും പറഞ്ഞിരിക്കുക. നിനക്ക് പോവാൻ പ്ലാനൊന്നുമില്ലേ? പിന്നെ അങ്ങനെ എന്നോട് എന്തൊക്കെ പറഞ്ഞേക്കുന്നു. എടാ നീ ആ എറിക്കിന്റെ എങ്ങാനും കയ്യിൽ പെട്ട തീർന്ന് പറഞ്ഞില്ലെന്ന് വേണ്ട. ഒന്ന് പോടാ, അവനോടൊക്കെ പോവാൻ പറ. അവനെ പോലുള്ളവന്മാരൊക്കെ പേടിച്ച് നാട് വിടാനാണെങ്കിൽ ഞാൻ എത്ര തവണ നാട് വിട്ട് കാണുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. നീ എന്തേലുമൊക്കെ കാണിക്കേ. പിള്ളേരെ പോയിട്ട് വേഗം വരണേ. അതൊന്നും പറയാൻ പറ്റത്തില്ല മമ്മി, പോകുന്നത് ഷോപ്പിങ്ങിനാ. പെമ്പിള്ളവരോടാണ് കടയോടെ എടുക്കാനല്ല നമ്മൾ വന്നത് എന്നുള്ള ബോധം വേണം. എന്തുവാടാ? അപ്പ അക്കൗണ്ട് ബാലൻസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. സത്യം. ജെറി ക്രിസ്റ്റി, what? ഡാ കേറ്. സാറ് പറഞ്ഞിട്ടാ ഞാൻ വന്നത്. We are going to go down now. What? നിനക്ക് ബോധമില്ലേ ക്രിസ്റ്റി? ഞാൻ നിന്നെ 3 മാസം മുമ്പ് UK പറഞ്ഞു വിട്ടതല്ലേ? അതിന് ഇതുവരെ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ. അവിടെ ആരും എന്നെ കണ്ടുപിടിച്ചില്ലല്ലോ. അപ്പൊ പിന്നെ ഇന്ന് കണ്ടത് വേറെ ആരെങ്കിലും ആണോ? ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ ഭാഗ്യമാണെന്ന് കൂട്ടിക്കോ. അവിടുത്തെ പിള്ളേരെ തൊട്ടാ നിനക്ക് അറിയത്തില്ല. നീ കണ്ട അത്ര തമാശ ആയിരിക്കത്തില്ല അവരിനി. ഇത്രയും കാലം അവർക്ക് ആരാണെന്ന് അറിയത്തില്ലായിരുന്നു. ബട്ട് ഇപ്പൊ അങ്ങനെയല്ല. എന്റെ ഡാഡ് എന്തിനാ ചുമ്മാ ഇങ്ങനെ ബിൽഡപ്പ് കൊടുക്കുന്നേ? ചുമ്മാ ബിൽഡപ്പ് പോലും നിനക്കറിയില്ല അവരൊന്നും നീ വിചാരിക്കുന്ന ആളുകളെയല്ല. നീ അത്ര നിസ്സാരമായിട്ട് ആ ഫാമിലിയിലുള്ള ഒരു മെമ്പറിനെയും കാണണ്ട. നീ കണ്ടതൊന്നും അല്ല അവര്. അവൻ എന്നാലും നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയല്ലോ. അവനിവിടെ ഉണ്ടെന്നുള്ളത് മനസ്സിലായ സ്ഥിതിക്ക് അവനെ പൊക്കണം. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഒന്നുമില്ലാതെ പിന്മാറണ്ട. ജൂലി, വി ഷുഡ് ഗെറ്റ് ഹെർ നോ മാറ്റർ വാട്ട്. അതിനുള്ള പ്ലാൻ ഉണ്ടാക്കാൻ നോക്ക്. അത് കഴിഞ്ഞ ഉടനെ നമ്മൾ ഈ നാട് വിടും. പിള്ളേരെല്ലാം ഒന്ന് ഹാളിലേക്ക് വിളിച്ചേ. ഓക്കെ ചായ. എന്താ പപ്പേ വരാൻ പറഞ്ഞേ? നിങ്ങൾ ക്രിസ്റ്റിയെ കണ്ടു എന്ന് പറഞ്ഞത് സത്യമാണോ? പപ്പേ ആ കാര്യോർത്ത് നിങ്ങൾ പേടിക്കണ്ട, അത് ഞങ്ങൾ നോക്കിക്കോളാം. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറച്ചെറി. സത്യമാണ്. ബട്ട് പപ്പ നിങ്ങൾ ടെൻഷൻ ആവണ്ട. ഞങ്ങൾക്ക് എന്ത് ടെൻഷൻ? മക്കളെ, നിങ്ങൾ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ നോക്ക്. ഞങ്ങൾക്ക് കുറച്ച് ജോലിയുണ്ട്. ജീനി റൂമിലോട്ടൊന്ന് വന്നേ. ഇച്ചായ. പേടിക്കണ്ട. മമ്മി പപ്പന്മാരെന്താ ചെയ്യാൻ പോകുന്നേ? നിങ്ങൾ അവന്നോർത്ത് ടെൻഷൻ ആവണ്ട. നിങ്ങൾ ടെൻഷൻ ആവാൻ ഇത്രയും നാള് ടൈം ഉണ്ടായിരുന്നു. ഇപ്പൊ അത് കഴിഞ്ഞു. ഹൗ ക്യാൻ ദേ? മമ്മി നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. നമ്മുടെ പാവം പിടിച്ച പപ്പമാർക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കളിയല്ല. ദേ ആർ ലിറ്ററലി മാഫിയാസ്. ഇറ്റ്സ് ഡേഞ്ചറസ്.
നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല നിങ്ങളുടെ പപ്പയും മമ്മിയും ഒന്നും. ജീനിയെ നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങൾ ജീനി മമ്മി എന്ന് വിളിക്കുമ്പോൾ എന്തിനും കൂടെ നിൽക്കുന്ന മമ്മിയെ മാത്രമേ നിങ്ങൾക്ക് അറിയൂ. നിങ്ങളുടെ പപ്പ കണ്ട ജീനിയെ നിങ്ങൾക്ക് അറിയത്തില്ല. ജെനിഫർ, it's starting. Yeah, I'm coming. Go guys, go. അപ്പുറത്ത് റെസ്ലിംഗ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്, കണ്ടാലോ? പിന്നെന്താ, നീ വാ. ഹായ്, ഹായ്. ആരാടാ ഇവർക്ക്? മോനെ വന്ന നന്നായി. ഇതാണ് ഞാൻ പറയാറുള്ള എന്റെ സോഫി. അത് താനായിരുന്നോ? എനിവേ, നൈസ് ടു മീറ്റ് യു. എങ്ങനെ പോകുന്നു ഓട്ടോ ഒക്കെ? നന്നായി തോന്നുന്നു. ആരാടാ അവരൊക്കെ? ഏതായി തീപ്പെട്ടിക്കൊള്ളി? തീപ്പെട്ടിക്കൊള്ളിയിൽ തന്റെ കെട്ടിയോളെ പോയി വിളിക്കണോ? കെട്ടുന്നതിൽ എനിക്ക് വിരോധമില്ല. എന്നാലേ ഇനി ഉപ്പിലിട്ട മാങ്ങിയെ പോലെ ഇരിക്കുന്ന ഒന്നിനെ കെട്ടാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഉപ്പിലിട്ട് മാങ്ങയാണെങ്കിൽ നീ ഉണക്കമുന്തിരി അടി, ഉണക്കമുന്തിരി. താൻ പോടോ. ഓ മതിയാക്കടാ. എനിവേ, കണ്ടില്ല കേട്ടില്ല അറിഞ്ഞില്ല പറഞ്ഞില്ല എന്നൊന്നും പറയണ്ട. ഇതാണ് എന്റെ സോഫി. ഹായ്. എന്റെ പൊന്നു വച്ചേ, നിനക്ക് എവിടുന്ന് കിട്ടി ഈ മുതലിനെ? എനിവേ, അങ്ങനെ IT സ്പെഷ്യലിസ്റ്റ്. നമ്മുടെ ഈ ഗ്രേ ഹാക്കിങ്ങും വൈറ്റ് ഹാക്കിങ്ങും ഒക്കെ. ഡോ ജീനി, താനെന്തൊന്നും സംസാരിക്കാത്ത? നമ്മുടെ ജീനി നിങ്ങക്ക് അറിയില്ലല്ലോ. നീയൊക്കെ ഈ ആമ്പിള്ളേർ ഒരു ജെനിഫറിനെ കുറിച്ച് പറയുന്നത് കേൾക്കാറില്ലേ? ആ താരമാണ് ഈ താരം. ഓ, ബോക്സർ. വാവ്, എനിക്ക് ബോക്സിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവൻ തൈക്കൊണ്ടോ ബ്ലാക്ക് ബെൽറ്റ്. എനിക്കും ഇങ്ങനെയുള്ള മാർഷൽ ആർട്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഡാനി, പോയാലോ? ആ ചായ പോവാ. 1 മിനിറ്റ്. സോഫി, ഇതാണ് എന്റെ ചായ. ഹായ്. മോളാണോ സോഫി? അയ്യോ, എന്താ ഒരു അയ്യോ? ഇവൻ എന്നെ എന്താണോ വിളിക്കുന്നത്, മോളും അത് തന്നെ വിളിച്ചാൽ മതി. ഇവൻ എന്നോട് മോളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ജിനി, പോയാലോ? നിന്നെ വീട്ടിലാക്കിയിട്ട് വേണം എനിക്ക് പോവാൻ. ആച്ചി വരുവാ. ഇത് എന്റെ കസിൻ സിസ്റ്റർ. എന്നാ ഞങ്ങൾ അങ്ങോട്ട്. ആടാ, ബൈ. ഡി ഉണക്കമന്ത്രി, കാണാം. അയ്യോ, കാണണ്ട. ആടെ വെച്ചാ നിങ്ങളുടെ മമ്മിയെ നിങ്ങളുടെ പപ്പ ആദ്യമായിട്ട് കാണുന്നത്. ഒരേ ഇഷ്ടങ്ങള് പങ്കുവെച്ച അവര് പതുക്കെ എടുത്തു തുടങ്ങി. കോളേജ് ഹീറോയിനും അവരുടേതായ ലോകത്തേക്ക് ഉണ്ടെങ്കിൽ കൂടി വഴക്കിട്ട് മായം ചേക്ക് സ്നേഹിച്ചു. അപ്പം നിങ്ങളുടെ ഇച്ഛാരും ചേച്ചി. ഞാൻ ജനിച്ചതിന് ശേഷം ജീനി ബോക്സിംഗ് ഉപേക്ഷിച്ച് കുടുംബജീവിതത്തിലേക്ക് ഒതുങ്ങി. നിങ്ങളുടെ പപ്പമാരും പാഷൻ വിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങി. നിന്റെ മോൻ ചെയ്ത തെണ്ടിത്തരമൊക്കെ ഞാൻ അറിഞ്ഞു. അവനത് ചെയ്തത് നിന്റെ ബലത്തിലാണെന്ന് എനിക്കറിയാം. പണ്ട് നിന്നെ ഞങ്ങൾ വിട്ടുവെച്ചത് ഞങ്ങൾക്ക് ഈ മക്കളുണ്ടായതുകൊണ്ടാണ്, അവരുടെ ഫ്യൂച്ചറിന് വേണ്ടിയാ. ആൻഡ് ഇപ്പൊ ഞങ്ങൾക്കത് നോക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളെക്കാളും നന്നായിട്ട് അവരുടെ ഫ്യൂച്ചർ നോക്കാൻ അവർക്കറിയാം. അവരാരും ഡിപ്പെൻഡ് ചെയ്തല്ല നിൽക്കുന്നത്. സോ പൊന്നു മോനെ, നീ കുറിച്ച് വെച്ചോ. ഒരാഴ്ചക്കുള്ളിൽ നിങ്ങളിലെല്ലാം തീരും. അന്ന് നീ ഞങ്ങളുടെ ഇച്ഛായനെ ചേച്ചി അങ്ങ് എടുത്തപ്പോൾ ഞങ്ങൾ അടങ്ങിയിരുന്നത് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാണ്. ഇന്നും ഞങ്ങൾക്ക് അവർ തന്നെയാണ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ നോട്ടം പോയേക്കുന്നത് ഞങ്ങളുടെ പിള്ളേരിലേക്കാണ്. അതിന് ഞങ്ങൾ കണ്ണടക്കത്തില്ല. സോ 1 week, your time starts now. ക്യാൻസർ ജൂലിയ നമുക്ക് വേണ്ട. ഇപ്പൊ തന്നെ നമ്മുടെ നാട് വിടുന്നു. വാട്ട്സ് ഗോയിങ് ഓൺ ഡാഡ്? നടക്കത്തില്ല. ഡാഡ് എന്ത് തന്നെ പറഞ്ഞാലും ഞാൻ വരത്തില്ല. ഓൾറെഡി നമ്മുടെ ബിസിനസ് ഒക്കെ ഡൗൺ ആണ്. ജൂലിയുടെ ഷെയർ കിട്ടിയില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. അത്രയും പ്രോപ്പർട്ടീസ് ആന്റിയുടെ പേരിലുണ്ടായിരുന്നത് നമുക്കൊന്ന് അനക്കാൻ പോലും പറ്റാതെ കോർട്ടിൽ അവിടെ കിടക്കുക. അവളുടെ ഒരൊറ്റ സൈൻ കൊണ്ട് നമുക്കതെല്ലാം കിട്ടും. മൾട്ടിപ്പിൾ മില്യൺസ് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്, മേ ബി ബില്യൺസ്. എന്നിട്ടും ഡാഡ് അത് ഉപേക്ഷിക്കാന്ന് പറയുന്നുണ്ടെങ്കിൽ ഐ കാൻ അണ്ടർസ്റ്റാൻഡ് യു.
ഈ കാര്യത്തിൽ ഡാഡ് എന്ത് തന്നെ പറഞ്ഞാലും ഞാൻ കേൾക്കത്തില്ല. മില്യൺസും ബില്യൺസും ഒക്കെ ജീവൻ ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ഇനിയും ഇവിടെ നിന്നാ നമുക്ക് ആ ജീവൻ കാണത്തില്ല. സോ ഐ എം ടെല്ലിങ് യു വി ഷുഡ് ലീവ് നൗ. നോ ഡാഡ്, ജോലി ഇല്ലാതെ ഞാൻ വരത്തില്ല. അവര് 1 വീക്കല്ലേ പറഞ്ഞത്? അതേ 1 വീക്കിൽ ഞാൻ അവളെ ഇവിടെ എത്തിക്കും. അറ്റ്ലീസ്റ്റ് അവളെ സൈൻ ചെയ്ത പേപ്പേഴ്സ് എങ്കിലും. ക്രിസ്റ്റി, ദിസ് ഇസ് ഡേഞ്ചറസ്. ഡാഡ് ജസ്റ്റ് ട്രസ്റ്റ് മീ. ഓക്കെ ഫൈൻ, 1 വീക്ക്. ഓക്കെ ഡാഡ്. ആൻഡ് ക്രിസ്റ്റി, നീ ഞാനൊന്നും അറിയുന്നില്ല എന്ന് വിചാരിക്കരുത്. അന്ന് നിന്റെ കൂടെ പഠിച്ച ചെക്കന്റെ ഗേൾ ഫ്രണ്ടിന്റെ പ്രശ്നം അത് നീ ഉണ്ടാക്കിയതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. റയാനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരുന്നുണ്ടല്ലോ, അവനും ഇപ്പൊ അവരുടെ കൂടെയാ. സോ ബി കെയർഫുൾ. ഐ വിൽ. ആൻഡ് ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട, അവിടുത്തെ കുട്ടികളെ നീ ഒരിക്കലും കുറച്ച് കാണണ്ട. അവരുടെ തന്തമാരുടെയും തള്ളമാരുടെയും എന്തെങ്കിലും അത് നിങ്ങൾക്ക് കിട്ടാതിരിക്കില്ലല്ലോ. സോ ദേ ആർ ഓൾസോ ഡേഞ്ചറസ്. ഐ നോ ഡാഡ്. ഒറ്റ കാര്യമേ പറയാനുള്ളൂ ചെയ്, നമുക്ക് അവരുടെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടണം, ഇൻക്ലൂഡിങ് ലൊക്കേഷൻ. ജോണി, എനിക്ക് ഒറ്റയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടാ. നമുക്ക് പിള്ളേരെ കൂടി വിളിച്ചാലോ? 1 സെക്കൻഡ്, ഞാൻ വിളിക്കാം. പപ്പ, മമ്മി ഞങ്ങളോട് നിങ്ങളുടെ പാഷനെ പറ്റി പറഞ്ഞു. ആൻഡ് വി ട്രസ്റ്റ് യു. ബട്ട് ഈ കാര്യത്തിൽ ഞങ്ങൾ ഇൻവോൾവ് ആയേ പറ്റുമെന്ന് തോന്നുന്നു. ഇത്രയും വലിയ മക്കളുണ്ടായിട്ട് ഞങ്ങളുടെ ബന്ധുമാർ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുന്നതിനോട് ഞങ്ങൾക്ക് താല്പര്യമില്ല. സോ ഞങ്ങളും ഇതിലുണ്ട്. അതെന്തായാലും ആനി മമ്മി അഗസ്റ്റ് പപ്പയും കൊന്നതല്ലേ, അതിനെങ്കിലും പകരം ചോദിക്കാൻ ഞങ്ങൾ കൂടണ്ടേ? അതെ അപ്പാ, എൻ്റെ അപ്പനും അമ്മയ്ക്കും വേണ്ടി ഇന്നേ വരെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതിലെങ്കിലും എനിക്ക് സഹായിക്കണം. നല്ല ബെസ്റ്റ് ടൈമിങ് മക്കളെ, കുറച്ച് പണിയുണ്ട്. പപ്പ, അവർക്ക് ഇട്ട് കൊടുക്കാൻ ഞാനും ഉണ്ട്. സോ എന്നെ കൂടെ പ്ലീസ്. പപ്പ, ഡു യു ഹാവ് എനി പ്ലാൻസ്? ടു ബി ഓണസ്റ്റ്, നോ. ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. 1 വീക്ക്, അതാണ് നമ്മൾ അവർക്ക് കൊടുത്തിരുന്ന ടൈം. അതിനുള്ള അവർ തീരും. ഞങ്ങൾ ഇതുവരെ ഒരു വാക്ക് പറഞ്ഞിട്ട് അത് മാറിയ ചരിത്രമില്ല. ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? ഇതിൽ കമ്പ്യൂട്ടർ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അറിയാവുന്ന 3 പേര് ഇങ്ങ് വന്നേക്ക്, എനിക്ക് ആവശ്യമുണ്ട്. പപ്പ, ഐ ക്യാൻ ഡു ഇറ്റ്. പപ്പ, മീ ടു. അപ്പൊ നിങ്ങളെ 3 പേരെയും എനിക്ക് ആവശ്യമുണ്ട്. ആൻഡ് റിക്കി, നീ നമ്മുടെ IPS ഒന്ന് വിളിക്കണം, ആ മനുവിനെ. അവന്റെ എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ അറിയിക്കും. സോ അവനും റെഡി ആയിരിക്കണം. ഓക്കെ പപ്പ. നമ്മൾ എന്തായാലും ലാസ്റ്റ് സെക്ഷനിലേ ഉണ്ടാകത്തുള്ളൂ. നേരിട്ട് ഫൈറ്റ് ഉണ്ടാകുമോ എന്ന് തന്നെ അറിയത്തില്ല. ഉണ്ടെങ്കിലേ നമുക്ക് റോളുള്ളൂ. അതുവരെ എന്നാൽ ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. മമ്മിക്ക് ഒരു ടെൻഷനും ഇല്ലേ? എനിക്കെന്ത് ടെൻഷൻ? നമ്മൾ ഇതൊക്കെ എത്ര കണ്ടതോ. എന്റെ പൊന്നു മക്കളെ, നിങ്ങളെ കണ്ട് ജീനി മമ്മിയെ കണ്ടല്ല ഞാൻ പ്രേമിച്ചത്, ഞാൻ ഇവളെ കണ്ടിട്ടാ പ്രേമിച്ചത്. ഇതാണ് എന്റെ ജീനി. അവള് നിങ്ങൾ വിചാരിക്കുന്ന ആളെയല്ല. അവൾ അടങ്ങിപ്പോയപ്പോ ഞാൻ തന്നെ വിചാരിച്ചു ഇതെന്ത് പറ്റിയെന്ന്. പക്ഷെ അവസരം കിട്ടാഞ്ഞിട്ടാണെന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. സോ അവളുടെ കാര്യം ആരും ടെൻഷൻ അടിക്കണ്ട. അപ്പൊ ഒരു കാര്യം ചെയ്യും, സോഫി, മായ, ആഷി, കൂക്കി, റിക്കി, ജെറി ആൻഡ് ഹോബി, നിങ്ങളുടെ വെഡിങ്ങിന്റെ കാര്യങ്ങൾ നോക്ക്. നമ്മൾ ആവശ്യം വരുമ്പോ വിളിച്ചോളാം. ആൻഡ് റയാൻ, നീ വേണം ഇവരെല്ലാരെയും ശ്രദ്ധിക്കാൻ. ഹോബി, നീയും. ഓക്കെ പപ്പ. യെസ്, ഫൈനലി ക്രിസ്റ്റി നാട്ടിൽ തന്നെ ഉണ്ട്. അവന്റെ പപ്പയെ ഇവിടെ തന്നെ ഉണ്ട്. നീ ചോദിച്ച 1 വീക്കിൽ 2 ഡേയ്സ് കഴിഞ്ഞു. ഐ നോ ഡാഡ്, ബട്ട് അവര് പേടിച്ചിട്ടൊന്ന് വീട്ടിന്റെ പുറത്ത് പോലും ഇറങ്ങുന്നില്ല. അവർക്ക് ഡാഡ് ഇത്രയും ബിൽഡപ്പ് കൊടുത്തത്. പേടിച്ചിട്ടാണോന്നില്ല, ബട്ട് കുറച്ച് ടൈം നമുക്ക് കിട്ടി. ബട്ട് വിത്തിൻ 1 വീക്ക് വി ഷുഡ് ലീവ് ഫോർ ഷുവർ. And within 1 week, I will have the documents in my hand. Try. I'll give you 4 days.
Papa, our last message is about leaving to UK this Friday. യെസ്, ആൻഡ് അവർ ഓൾറെഡി 2 ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അവര് കൊച്ചിൻ എയർപോർട്ടിൽ നിന്നാണ് കയറുന്നത്. ഫ്രൈഡേ എയർപോർട്ട് കാണാൻ പോലും അവരോടൊക്കെ